എല്ലാവർക്കും നമസ്കാരം. രേഷ്യൂസ് വേൾഡിൻ്റെ ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പറയാം. കുറച്ചായി വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അപ്പം അതിൻ്റെ തപ്പുകേടൊക്കെ ഉണ്ട്. ഞാൻ കുറേ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, കമൻസിലൂടെയൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ ഫുഡ് ഷോട്ട്സൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാണ്ട് വന്നപ്പം കുറച്ച് പേരൊക്കെ എന്നെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ചോദിച്ചത്. ഞാൻ ഒരു ചെറിയ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം വിശ്രമത്തിലായതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹെൽത്തൊന്നും അത്ര ഓക്കെ ആയിട്ടില്ല. എങ്കിൽ കൂടിയും ഞാൻ വീഡിയോസൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്ത് തുടങ്ങി. ഇത് കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്നെ അന്വേഷിച്ച എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ്. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ മരുന്നിൽ നിന്ന്. രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗുളിക കഴിക്കലാണ് ഇപ്പം നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ടായി. ഞാൻ പുറത്ത് നിന്നാണിത് വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ റോഡിൽ കഴിഞ്ഞ് കുറച്ച് വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്കിവിടെ വലിയ സ്റ്റുഡിയോ സെറ്റപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനോ നമ്മുടെ വരുമാനം പ്രതീക്ഷിച്ചോ ലൈക്ക് പ്രതീക്ഷിച്ചോ ഒന്നുമല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യം മറ്റുള്ളവർ ചെയ്ത് കണ്ടപ്പോൾ എനിക്കതിലോടൊരു ആകർഷണം തോന്നി. എനിക്കൊന്ന് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ എന്നാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനതിനെ പ്രസൻറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കുന്നു. എൻ്റെ വോയിസൊന്നും റെഡി ആയിട്ടില്ല, കറക്റ്റായിട്ട് അത്ര റെഡി ആയിട്ടില്ല. പിന്നെ എനിക്കൊരു കമൻറ്റിലൂടെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു എന്ത് പറ്റിയതാ, എന്തായിരുന്നു, തൈറോയ്ഡക്ടമിയെ പറ്റി പറയുമോ എന്നൊക്കെ. അപ്പം ഞാൻ ആലോചിച്ച് ഇന്നൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും തൈറോയ്ഡക്ടമിയെ പറ്റി പറയാമെന്ന്. എനിക്ക് വലിയ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ സാധാരണ എല്ലാ വീട്ടമ്മമാർക്കും ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് അമിത ക്ഷീണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 1 ഇയറായിട്ട് എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് വരുമായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്തോ ആങ്സൈറ്റി പ്രോബ്ലമാണ്, നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ പോയി ആൻസൈറ്റിക്ക് കാണുകയാണ്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമല്ല, നമുക്ക് ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ബ്ലഡ് ചെക്കപ്പ് ചെയ്യുകയും അതിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു സ്കാൻ എടുത്തു നെക്കിൻ്റെ. അപ്പോൾ അതിൽ 2 മുഴ കണ്ടു. ആ മുഴ 1 സെൻറ്റിമീറ്റർ താഴെയുള്ള മുഴയായിരുന്നു. പക്ഷേ എന്നാലും FNAC ചെയ്തു. അതിൽ പാപ്പിലറി കാസിനോമ ആണ് ഡയഗ്നോസിസ് ചെയ്തത്. നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു. ടോട്ടൽ തൈറോയ്ഡക്ടമി ചെയ്തു, ബയോപ്സി ഇട്ടു, പാപ്പിലറി കാസിനോമ ഡയഗ്നോസിസ് ചെയ്തു, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ തൈറോയ്ഡക്ടമി ജേണി. അപ്പോൾ ഈ പാപ്പിലറി കാസിനോമ ഇങ്ങനെ പേരുകളൊക്കെ കേൾക്കുമ്പം ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും എന്താ പറയുക, നമുക്കൊരു ചെറിയ അസുഖം വന്ന ആ അസുഖത്തെ നമ്മൾ സർജറി ചെയ്ത് മാറ്റി, അത്രയേ ഉള്ളൂ അതിൽ. അപ്പോൾ നമുക്ക് കേൾക്കുമ്പം ഞാൻ പെട്ടെന്ന് 10 സെക്കൻഡിൽ പറഞ്ഞു തീർത്തെങ്കിലും ആ ഒരു ജേണിയോ നമ്മുടെ ആ ഒരു പീരീഡോ ഒക്കെ അത്ര ഒരു സുഖമുള്ള ഇതല്ല. ഈ സർജറിക്ക് ശേഷം എനിക്ക് എൻ്റെ സൗണ്ട് പോയി, എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. ഇപ്പം തന്നെ പറയുമ്പോൾ എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, നമുക്ക് ഒച്ചത്തിലൊന്നും സംസാരിക്കാൻ പറ്റാത്തൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു. അതേപോലെ തന്നെ കാൽസ്യം കുറഞ്ഞിട്ട് കൈയും കാലും ഒക്കെ ഒരു കഴയ്ക്കുന്ന പോലെയോ തരിക്കുന്ന പോലെയോ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഇപ്പം കറൻ്റ്ലി അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എനിക്ക്. പിന്നെ ഒരു 3 മന്ത്സ് കൂടുമ്പം നമുക്ക് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ജോലി വിട്ടു, ജോലിയിൽ നിന്നും ഒഴിവായി. അപ്പം അങ്ങനെ എനിക്ക് വിശ്രമം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടുകാരൊക്കെ പറയുന്ന വിശ്രമം കഴിഞ്ഞു, ഡോക്ടറും പറഞ്ഞു വിശ്രമം കഴിഞ്ഞു. 1 മാസം 32 ദിവസമായിപ്പോൾ. ഇനി വിശ്രമത്തിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാൻ സ്വയം എനിക്ക് വിശ്രമം കൊടുത്തിരിക്കുക. ആരോഗ്യമാണല്ലോ പ്രധാനം. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു മടിയുടെ എലമെൻസ് അതിൽ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും
ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എൻ്റെ മദറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വീട്ടിൽ റോഡിൽ കൂടി വണ്ടി പോകുന്ന സൗണ്ട്, ഓട്ടോയൊക്കെ പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് വലിയ സ്റ്റുഡിയോ സെറ്റപ്പൊന്നുമില്ല, പുറത്തിരുന്നുള്ള റെക്കോർഡ് ചെയ്യുന്നതാണിത്. അപ്പം ചെറിയൊരു നോയ്സൻസൊക്കെ വരും. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അപ്പോൾ വാഹനങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കിന് നമുക്ക് സൗണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെജിറ്റേറിയൻ കുറച്ച് ഡിഷൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. എനിക്ക് വിശപ്പൊക്കെ ഭയങ്കര കുറവും നാവിന് രുചിയൊക്കെ എല്ലാം പോയി. അതും ഇതിൻ്റെ ഒരു ഡിഫക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കപ്പ വെച്ചൊരസ്ത്രവും ബീൻസ് തോരനും രസവും ഒരു മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഇതിലെ കപ്പ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു, അതിൻ്റെ മിച്ചം വന്ന കപ്പയാണത്. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ എന്നാൽ ഇന്നും കൂടി അത് വെക്കാം എന്ന് വിചാരിച്ചു. ആ കപ്പയും വേസ്റ്റായി പോവില്ല, എനിക്ക് കഴിക്കാനും പറ്റും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ 1-2 മിനിറ്റ് അധികമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും എനിക്ക് നാക്കിന് ഒരു വോയിസിനും സൗണ്ടിനും ഭയങ്കര ഒരു പ്രശ്നം അനുഭവപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരും അതിൽ ക്ഷമിക്കണം. നമുക്കിതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതെ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഈ പാത്രം കഴുകുന്ന വീഡിയോ എടുക്കണമെന്ന് സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഈ ചോറീസ് ഹോംലി വ്ളോഗിലെ ചേച്ചി നിഷ ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ 2-3 വർഷം മുമ്പ് മുതലേ ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പാത്രം കഴുകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടിരിക്കാൻ. ആ 30 ക്യാമറയൊക്കെ വെക്കുന്നതും ചെയ്യുന്നതും എല്ലാം കറക്റ്റായിട്ടാണ്, അതെനിക്ക് കാണാം. പക്ഷെ ഞാൻ മാത്രം പാളിപ്പോയി. ക്യാമറ വേറൊരിടത്തും ഞാൻ വേറൊരിടത്തും. പക്ഷേ ഞാൻ അതേപോലെ ഒന്ന് അനുകരിച്ച് നോക്കിയതാണ്, പക്ഷേ പാളിപ്പോയി. ഞാൻ ഇന്നൊരു പുതിയ ട്രൈപോഡ് മേടിച്ചു. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ശരിയായില്ല. അതേപോലെ തന്നെ എൻ്റെ ഫോണ് എന്താ പറയുക, ഒരു പഴയ ഫോണാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോയ്ക്ക് ഇത്തിരി വീഡിയോ ക്ലാരിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോണിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും എൻ്റെ ബഡ്ജറ്റിൽ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങ് തിരിച്ചു പോന്നു. വേറെ എപ്പോഴെങ്കിലും വാങ്ങാം എന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് അങ്ങനെ തിരിച്ചു പോന്നു. അതായത് നമ്മുടെ വരുമാനം കൊണ്ട് വാങ്ങണമല്ലോ. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരാളെ ആശ്രയിക്കണം. ഈ ട്രൈപോഡ് എനിക്ക് സ്പോൺസർ ചെയ്ത എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അവർ പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹമാണ് എനിക്ക് ഈ ട്രൈപോഡ് വാങ്ങിത്തന്ന. ചെറിയ വിലയുടെ ആണെങ്കിൽ കൂടിയും എൻ്റെ ഈ വീഡിയോസൊക്കെ ചുമ്മാതെ ഞാനിങ്ങനെ ഫോണും കൊണ്ട് നടന്ന് വീഡിയോസൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ ചെറിയൊരു സപ്പോർട്ട് അദ്ദേഹം ചെയ്ത് അങ്ങനെ എനിക്കൊരു പുതിയ ട്രൈപോഡ് കിട്ടി. പഴയ ട്രൈപോഡ് ഇച്ചിരി നശിച്ചു പോയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കാരണം എനിക്ക് ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ് പുതിയ ട്രൈപോഡ് കിട്ടിയത്. കാരണം നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനാണ്. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ 12 മിനിറ്റ് വീഡിയോയ്ക്ക് എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ പാത്രം കഴുകി കാണുമ്പോൾ എനിക്ക് സ്വയം ചിരി വരിക. ആവശ്യമില്ലാത്തൊരു കാര്യം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാത്രം കഴുകുമ്പം ലിക്വിഡും സോപ്പും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്യും, എന്നിട്ടങ്ങ് പതപ്പിക്കും. തുണി കഴുകുന്ന പോലെ പതപ്പിക്കും. അങ്ങനെ എനിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പാത്രത്തെ സോപ്പിട്ട് കുളിപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഇങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ ചില മനുഷ്യർക്കേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിനെ ചിലരൊക്കെ വട്ടെന്നും പറയാറുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡൊക്കെ ഇതിനെയൊക്കെ വട്ടെന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. എനിവേ എനിക്കറിയില്ല. ഞാൻ ഇവിടെ വീട്ടിലെ ചെറിയ പണിയും കാര്യങ്ങളുമൊക്കെ നടക്കുന്ന കാരണം ആ സൗണ്ടും ഇതിനകത്ത് വരും. അപ്പോൾ അതിനോടൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ തേങ്ങാ ചിരകൽ കമ്മറ്റി, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പ്രോസസ്സിങ് അതായി നടന്നുകൊണ്ടിരിക്കുന്ന തേങ്ങാ ചിരകൽ. എൻ്റെ അമ്മേ, ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ കൊണ്ടാണ് ഈ പണി ഇവിടെ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഗത്യന്തരമില്ലാതെ എനിക്ക് തന്നെ ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം എനിക്ക് കണ്ടൻറ്റ് ഇന്ന് എന്താ ഇടേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ
ചാനലിൽ ആദ്യമായിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും എടുക്കുന്നതും. അപ്പോൾ അതിൻ്റേതായ ഡിഫക്റ്റും അതിൻ്റേതായ പ്രശ്നങ്ങളും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും. എൻ്റെ അമ്മേ, എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ആ തേങ്ങയോടുള്ള എൻ്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ഞാൻ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കാണുന്നത്. എൻ്റെ അമ്മ, ഞാൻ ഇത്ര ഭീകരിയായിരുന്നോ? സ്വയം തന്നെ ബോഡി ഷെയ്മിങ് നടത്തുന്ന ഒരാൾ. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരം സാഹസികതയ്ക്ക് ഞാൻ മുതിരുകയാണെങ്കിൽ, ഡേ ഇൻ മൈ ലൈഫ് സാഹസികത ഞാൻ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഞാൻ തിരുത്തിക്കൊണ്ട് നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഇത് എന്താ ഞാൻ ഈ ചെയ്തതെന്ന് പോലും എനിക്കറിയാൻ പാടില്ലാത്തൊരു വീഡിയോ ആയിപ്പോയത്. അത് കാരണം എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇനി വരുന്ന വീഡിയോസിൽ ഇപ്പോൾ ഉണ്ടായ തെറ്റുകുറ്റങ്ങളൊക്കെ എന്താ പറയുക, പരിഹരിച്ചുകൊണ്ട് ഇനി നല്ല വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ക്ഷമിക്കാം. എൻ്റെ അറിവുകേട് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിപ്പോയത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് ട്രോളും കമൻറ്റും കിട്ടാനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. അപ്പം ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യാം, എന്നാൽ കഴിയുന്ന പോലെ ചെയ്യാം. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊന്നും സപ്പോർട്ട് ചെയ്യാം. ഒരു കമൻറ്റൊക്കെ ഇട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉച്ച വരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിച്ചത്. അപ്പോൾ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 4 മണി വരെ കിടന്ന് ഉറങ്ങാൻ പോവാം. ഇതാണ് കേട്ടോ എൻ്റെ കപ്പക്കറി. ഈ കപ്പക്കറിക്ക് ഭയങ്കര ഫാൻ ബേസാണ് കേട്ടോ ഇവിടെ. ഞാനൊരു ദിവസം ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ചെയ്യാം. അപ്പോൾ അതാ ചോറും കപ്പക്കറി തോരനും മുളകും രസവും കൂടി കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കിടക്കാൻ പോവാണ്, കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയും നേരവും എൻ്റെ ഈ വീഡിയോ കണ്ട് ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ദൈവമേ, ആരും സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ട ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.